ഡിസ്റപ്ഷൻസ് ഇൻ എഡ്യൂക്കേഷൻ. നമുക്കറിയാം കേരളത്തിലെ ഓട്ടോണോമി ഒരു ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ വന്നു. അതും കുറെ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് നമ്മളിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ദെൻ കെയിം ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡിസ്റപ്ഷൻസ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഹൗ ടെക്നോളജി വി ക്യാൻ യൂസ് ഇൻ ദോസ് ഏരിയാസ്. ആൻഡ് most recently, on July 29th, the Academic Bank of Credit, it was announced and the portal is open now. അതിന്റെ ഇമ്പാക്റ്റ് എന്താ? അത് തീർച്ചയായിട്ടും നമുക്ക് ടെക്നോളജി ആയിട്ട് ഒത്തിരി കണക്റ്റഡ് ആണ്. ABC പോർട്ടലിൽ ഇന്ന് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്റ്റേർഡ് ആയി, സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഒരു ചേഞ്ച് എന്താ? ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നതാണ്. സ്റ്റുഡൻസ് ഹാവ് ദ ഫ്രീഡം ടു ജോയിൻ ഫോർ എ കോഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നതിന് പകരം ദ സ്റ്റുഡൻസ് ക്യാൻ ജോയിൻ ഫോർ എ കോഴ്സ് ഇൻ എനി ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ, പ്രൊവൈഡഡ് ദാറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾറെഡി രജിസ്റ്റേർഡ് ഇൻ ദ ABC പോർട്ടൽ. അതാണ്. എ ടീച്ചർ ക്യാൻ ഓഫർ എ കോഴ്സ് ടു എനി സ്റ്റുഡൻറ് ഈവൻ ഔട്ട്സൈഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതും പോസിബിൾ ആണ്. Learning to be made enjoyable with the teacher as facilitator. അതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. Then great teachers and great institutions will have more opportunity. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവർക്കും ഇതിനെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ടെക്നോളജി ഒരു കീ റോള് വഹിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് വരുമ്പം സ്റ്റുഡൻസിന് ഉള്ള ഒരു ഫ്രീഡം എന്ന് പറയുന്നത്, അവർ ABC പോർട്ടൽ രജിസ്റ്റർ ചെയ്താൽ, ഏതെങ്കിലും ABC പോർട്ടൽ രജിസ്റ്റർ ചെയ്ത ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ ജോയിൻ ചെയ്യുമ്പോൾ ദേ നീഡ് ടു ടേക്ക് ഓൺലി 50% ഓഫ് ദ കോഴ്സസ് ഫ്രം ദെയർ. ഫോർ എക്സാമ്പിൾ, ഒരു BCom കോഴ്സിന് പ്രോഗ്രാമിന് 30 കോഴ്സസ് ഉണ്ടെങ്കിൽ 15 കോഴ്സസ് അവർ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുത്താൽ മതി. ബാക്കി 50% ദേ ക്യാൻ ജോയിൻ എനിവെയർ ഇൻ ഇന്ത്യ. ഏതെങ്കിലും മറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവർക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ഔട്ട് ഓഫ് 30 കോഴ്സസ് 40 കോഴ്സസ് ദേ ക്യാൻ ടേക്ക് ഓൺലൈൻ. ഇതാണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന കണ്ടീഷൻസ്. മേ ബി ഇതൊക്കെ കുറെ മാറാനൊക്കെ സാധ്യതയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എനിവേ, ഇതാണ് ഇപ്പോഴത്തെ ഒരു ഡ്രാഫ്റ്റിന്റെ ബേസിൽ പോകുന്നത്. അപ്പൊ ഈ 40% കോഴ്സസ് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. മാത്രമല്ല, ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് 60 സ്റ്റുഡൻസ് ആണ് കപ്പാസിറ്റി എങ്കിൽ 20% മോർ അഡ്മിഷൻസ് അവർക്ക് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 60% പ്ലസ് 20% എടുക്കാം. അത് ഈ ABC ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. ഇപ്പം ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്തു, അത് വളരെ അട്രാക്റ്റീവായിട്ട് അത് കൊടുക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ കൂടുതൽ ടേക്കേഴ്സ് ഉണ്ടാവും. അതാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ കമന്റ് ചെയ്ത പോലെ വർക്ക് ലോഡിനെയൊക്കെ തീർച്ചയായിട്ടും അത് ബാധിക്കും. നിങ്ങൾക്കറിയാം, കർണാടക ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് NEP. ഓൾറെഡി സ്റ്റാർട്ടഡ് ഇംപ്ലിമെന്റിങ്. കർണാടകയിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രോബ്ലം, ഫസ്റ്റ് ലാംഗ്വേജ് കന്നഡയാണ് അവർ ഡിസൈഡ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആകാം, ഹിന്ദി ആകാം, സാൻസ്ക്രിറ്റ് ആകാം, ഫ്രഞ്ച് ആകാം. അപ്പോൾ ഉള്ള ഒരു പ്രോബ്ലം ഇതാണ്. ഫസ്റ്റ് ലാംഗ്വേജ് കന്നഡയാകുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് നാച്ചുറലായിട്ട് സ്റ്റുഡൻസ് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം മറ്റ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം അവിടെ ഒരു ത്രെറ്റ് ആണ്. ഒരു ജോബ് സെക്യൂരിറ്റിയുടെ ഒരു പ്രോബ്ലം അവിടെ വരുന്നുണ്ട്. സെയിം കേസ് ചെയ്തിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി, അറൌണ്ട് 50% ഓഫ് ദ ടീച്ചേഴ്സ് ആർ അഡ്ഹോക് ടീച്ചേഴ്സ്, ടെമ്പററി ആണ്. NEP വരുമ്പോൾ സംഭവിക്കാവുന്ന ഇതാണ്, ഈ ഓൺലൈൻ എഡ്യൂക്കേഷനൂടെ വരുന്നത് കൊണ്ട് കൂടുതൽ നമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഇഫക്റ്റീവായിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എക്സ്പെർട്ട് ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഇനി ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി കുറയും. ഇത് ഞാൻ ഈ പോളിസിയെ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെ അതിനെ എതിര് പറയുന്നൊന്നുമല്ല. ഇവിടെ നമുക്ക് ടെക്നോളജിക്ക് ഉള്ള ഒരു ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ കൂടി വരുന്നതിൻ്റെ ഒരു സാധ്യതയാണ് ഞാൻ പറയും. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഈ ടെക്നോളജി കുറച്ചുകൂടെ ടെക്സാവി ആകുക മാത്രമല്ല, നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ്, ലേണിംഗ്, അസസ്മെന്റ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാനും അത് പ്രൊവൈഡ് ചെയ്യാനും കൂടെ നമുക്ക് സാധിക്കണം. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ സ്കിൽസ്.
ഇപ്പം ഹൈപ്പർ റിലവൻറ്റ് സ്കിൽസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടത്. എന്ന് വെച്ചാൽ റിലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ്, ഇപ്പം AI വഴി റീപ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത സ്കിൽസ്. ഓക്കെ, അതിലേക്ക് ഞാൻ രണ്ടുമൂന്ന് ഒരു സർവേ റിസൾട്ടൂടെ കാണിക്കാം. അഗൈൻ ലൈഫ് ലോങ് ലേണിംഗ് ആണ് ഇന്ന് കമ്പനീസും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓൺലൈൻ ലേണിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. അൺബണ്ടിൽഡ് ആൻഡ് പേഴ്സണലൈസ്ഡ് ആണ് കോഴ്സസ് നമ്മൾ ഓഫർ ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് ആർ ഓൾസോ ദേ ആർ വില്ലിംഗ് ഫോർ ദാറ്റ്. അതാണ് നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു റീസൺ. കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റണം. മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് കൊണ്ടുവന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം പറയുന്ന പല കാര്യങ്ങളും എക്സ്പേർട്സ്, നോബൽ പ്രൈസ് വിന്നേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ പറയുന്ന പോലെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. അതുപോലെ തന്നെ പല കേസസ് ഉണ്ട്. ഇപ്പം മാക് ബുക്ക് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആപ്പിളിന്റെ മാക് മെഷീൻ, അതിന്റെ എന്താ പറയുന്ന ആ ടീമിലുള്ളവർ എല്ലാവരും തന്നെ ഏതെങ്കിലും ക്വാളിറ്റീസ് ഉള്ള നല്ല മ്യൂസീഷ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ ഡാൻസേഴ്സ് ഉണ്ട്. അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ ഇവർ NEP ടീം ഉള്ളവർ പഠിച്ച് അവരുടെ ചില റിപ്പോർട്ട്സ് ആണ് അത്. ഓക്കെ, എക്സ്പീരിയൻസ് ഡ്രിവൺ ആയിരിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ലേണിങ്ങും ടീച്ചിങ്ങും എല്ലാം എക്സ്പീരിയൻസ് ഡ്രിവൺ ആയിരിക്കണം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്ലാറ്റ്ഫോംസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് പ്ലാറ്റ്ഫോംസ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യണം. ലൈക്ക് മോഡിൽ ലൈക്ക് പ്ലാറ്റ്ഫോംസ് ആതെ ഇതിന്റെ ഒരു സർവേ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാണ്, ടൈം ഇല്ലാത്ത. സ്കിൽ സെറ്റ്സ് ഇൻ ദ ന്യൂ നോർമൽ എന്ന് വെച്ചാൽ ഈ പാൻഡമിക് അല്ലെങ്കിൽ പാൻഡമിക്കിന്റെ ടൈമിൽ, പാൻഡമിക് കഴിയുമ്പോൾ ഉള്ള സ്കിൽ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇത് റീസെന്റ് നടന്ന ഒരു സർവേ ആണ്. യു ക്യാൻ സി അസ്യൂം സ്കിൽസ് ഫോർ ഓൾ പ്രൊഫഷണൽ ജോബ്സ്. അത് ഡിജിറ്റൽ കേപ്പബിലിറ്റി ആണ്. ഇപ്പം നമുക്ക് ടീച്ചേഴ്സിന്റെ കേസ് തന്നെ നമുക്കറിയാം. നമുക്ക് ആ ഒരു ഡിജിറ്റൽ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇനി സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ അതാണ് അസ്യൂംഡ് സ്കിൽസ്. ദെൻ കംസ് ദ കോർ കോമ്പറ്റൻസി സ്കിൽസ്. അതിനകത്താണ് ഫങ്ഷണൽ എക്സ്പെർട്ടൈസ് വരും, അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെ വരുന്നത് അടുത്ത ലെവലാണ്. കോർ കോമ്പറ്റൻസി സ്കിൽസ് എന്ന് പറഞ്ഞാൽ സ്കിൽസ് ദാറ്റ് അലോ യു ടു പെർഫോം യുവർ സ്പെസിഫിക് ഫങ്ഷൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ടീച്ചിങ്ങിലുള്ള നമ്മുടെ എക്സ്പെർട്ടൈസ്, നമ്മുടെ പെഡഗോഗിയിലുള്ള നമ്മുടെ എക്സ്പെർട്ടൈസ്, നമ്മുടെ സബ്ജക്ട് എക്സ്പെർട്ടൈസ്, ഇതൊക്കെയാണ് ഇവിടെ വരിക. ദെൻ comes the signal boosters, abilities that help you stand out from your competition. അതാണ് ഇന്റർപേഴ്സണൽ സ്കിൽസും ലീഡർഷിപ്പ് സ്കിൽസും. ഇത് റീസെന്റ് ആയിട്ട് നടന്ന ഒരു സർവേ ആണ്. അപ്പോൾ ഈ ഡിജിറ്റൽ കേപ്പബിലിറ്റി ഇസ് എ മസ്റ്റ്. ഓക്കെ, ഇത് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റിനെയാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 21st സെഞ്ചുറി സ്കിൽസ് ഓൾറെഡി നിങ്ങൾക്ക് വെബ്സൈറ്റിലൊക്കെ ഇന്റർനെറ്റിലൊക്കെ ഇത് കിട്ടുന്നതാണ്. ഇവിടെ ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫൗണ്ടേഷണൽ ലിറ്ററസീസ്, ദെൻ കോമ്പറ്റൻസീസ് ആൻഡ് ക്യാരക്ടർ ക്വാളിറ്റീസ്. ഇതൊക്കെ ആക്ച്വലി ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഫോർമുലേറ്റ് ചെയ്യുമ്പം ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നതാണ്. കാരണം ഗ്രാജുവേറ്റ് ഔട്ട്കംസ് ഒക്കെ നമ്മൾ ഗ്രാജുവേറ്റ് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പം ഈ സ്കിൽസ് ഒക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം ഫൗണ്ടേഷൻ ലിറ്ററസീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ലിറ്ററസിയാണ് വേണ്ടത്. ഇനി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്ലാൻ ചെയ്തപ്പം ടീം കൺസിഡർ ചെയ്ത കുറെ ഏരിയാസ് ഇതാണ്. 4 കാറ്റഗറീസ് ഓഫ് 21st സെഞ്ചുറി സ്കിൽസ്. അതിനകത്ത് ടൂൾസ് ഫോർ വർക്കിംഗ്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻഫോർമേഷൻ ലിറ്ററസി, ഇത് വീണ്ടും നമ്മൾ പറഞ്ഞ ആ ഡിജിറ്റൽ കേപ്പബിലിറ്റി ആണ്. ദെൻ വേസ് ഓഫ് തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ലേണിംഗ്, ഇതാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സ്കിൽസ് ആയിട്ട് അറിയപ്പെടുന്നത്. ചില റോബോട്ട്സ് അല്ലെങ്കിൽ AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്, ഈ സ്കിൽസിനകത്തുണ്ട്. ഈ സ്കിൽസ് ആണ് നമ്മൾ നമ്മുടെ എന്താ പറയുന്ന ടീച്ചിങ് ലേണിംഗ് എൻവയറമെന്റിൽ കൊണ്ടുവരേണ്ടതും. അവിടെ കൂടുതൽ ഈ സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, അത് ബേസ് ഓഫ് വർക്കിംഗ്, സിറ്റിസൺഷിപ്പ്, ലൈഫ് ആൻഡ് കരിയർ, പേഴ്സണൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ ഏരിയാസ് ആണ്, ഈ 4 കാറ്റഗറീസ് ആണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കരിക്കുലം ഒക്കെ പ്ലാൻ ചെയ്യും, എസ്പെഷ്യലി ഈ ഒരു ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ സിസ്റ്റവും OB സിസ്റ്റവും അറിയാം. ഒരുപക്ഷെ നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാർക്കും OBയെ പറ്റിയുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രഡീഷണൽ സിസ്റ്റം ടീച്ചർ സെൻട്രിക് ആണ്, വേറെ OB സ്റ്റുഡൻറ് സെൻട്രിക്.
Okay. Importance on teaching and content in the traditional system, whereas for OB, importance on learning and process. Okay. ഇപ്പം നമ്മുടെ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പം അവിടെ കൂടുതലും ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് വേണ്ടത്. ഇപ്പം നമ്മൾ പഠിച്ച പല ടൂൾസിനകത്തും ലേണിംഗ് ആക്ടിവിറ്റി അവിടെ ഉണ്ട്. സെൽഫായിട്ട് അവർക്ക് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ അവരെ എൻഗേജ് ചെയ്യിക്കാനുള്ളത് എല്ലാം അവിടെ വരുന്നുണ്ട്. ദെൻ നോളജ് ഡ്രിവൻ ആൻഡ് റോട്ട് ലേണിംഗ് ആയിരുന്നു ട്രഡീഷണൽ സിസ്റ്റത്തിലുണ്ടായത്. അതേസമയത്ത് OB-യിൽ ലേണിംഗ് എൻഷുവേഴ്സ് നോളജ് ആൻഡ് പെർഫോമൻസ്. ഫോർ ഇൻ OB, ദിസ് ഈസ് ദ പാരഡൈം ഷിഫ്റ്റ്. ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വാട്ട് ഷുഡ് ഐ ടീച്ച് എന്നല്ല, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വാട്ട് ഷുഡ് മൈ സ്റ്റുഡൻസ് ബി ഏബിൾ ടു ഡു വിത്ത് വാട്ട് ദേ ലേൺ. ദാറ്റ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് OB. ഓക്കെ, ഇത് ഒരു comparison ആണ്. Anyway, we will skip that one. So higher education means how can we teach differently? Okay, what is driving change? What are employers looking for? How often will students need to update their skills? What topics do students value most? ഇവിടാണ് നമ്മുടെ pedagogy. So what these changes mean for our pedagogy, our students, our faculty and the communities that we serve. ഇവിടാണ് ഒരു ഷിഫ്റ്റ് നമുക്ക് കൊണ്ടുവരേണ്ടത്. So when the world is reinvesting itself in quick order, all of us, students, faculty, administrators, need to reinvest ourselves along with it. Okay, ഇവിടാണ് നമ്മുടെ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ലേണിംഗിൽ ഉള്ള ഒരു ഷിഫ്റ്റ് നമ്മൾ വരുന്നതും അവിടെ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ വരേണ്ടത്. വേ ഫോർവേഡ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്, ഇത് സജി ഗോപിനാഥ് സാർ ഓൾറെഡി സംസാരിച്ച കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. കാരണം ഈ ലേണിങ്ങിന്റെ പ്രോബ്ലംസ് എപ്പോഴും ഒരു പുവർ പെഡഗോഗിയാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുക, അതിൽ കൂടുതലൊരു ഇ ലേണിങ്ങിലേക്ക് പലരും മച്വർ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഓൺലൈൻ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതും ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാതിരുന്നാലും ഒക്കെ പ്രശ്നങ്ങളാണ്. ബ്ലെൻഡഡ് മോഡലിന്റെ ഒരു റിലവൻസ് നമ്മളിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു സാറ് കവർ ചെയ്തതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് മോഡിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കടന്നുപോയി അതിലൂടെ. അതിനകത്ത് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ എന്താണ്, നമ്മളിതിനെ ഓരോന്നിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു കരിക്കുലം പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രിപ്പറേറ്ററി ഫ്രെയിം വേണം, പ്രസന്റേഷൻ ഫ്രെയിം വേണം, ആക്ടിവിറ്റി ആൻഡ് ജനറലൈസേഷൻ ഫ്രെയിം വേണം, ആപ്ലിക്കേഷൻ ഫ്രെയിം വേണം, ഫൈനലി അസസ്മെന്റ് ഫ്രെയിം വേണം. ഇതാണ് ഒരു കോഴ്സിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു മോഡ്യൂളിനകത്ത്. ഐ തിങ്ക് ഡോക്ടർ സുനിൽ ജോബ് വാസ് ഓൾറെഡി മെൻഷൻഡ് ഇറ്റ്, സോ ഐ എം സ്കിപ്പിംഗ് ദാറ്റ് പാർട്ട്. എന്തൊക്കെയാണ് നമ്മുടെ ടൂൾസ്? കുറെ അധികം ടൂൾസ് നമ്മുടെ LMSനകത്ത് കുറെ റെഫറൻസ് ടൂൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ എല്ലാം കിടപ്പുണ്ട്. ഞാൻ LMS കാണിക്കുമ്പോൾ ഒന്നുകൂടെ എടുക്കാം. ഇപ്പം ഗൂഗിൾ ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ ഈവൻ നമുക്ക് ഒരു കണ്ടന്റ് ഒരു ബുക്കിൽ നിന്ന് കോപ്പി ചെയ്ത് എടുത്തത് ടൈപ്പ് ചെയ്യാതെ തന്നെ എടുക്കാനുള്ള ഗൂഗിൾ ലെൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പീച്ച് ടു റൈറ്റ് ഗൂഗിൾ ഡോക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കണ്ടന്റ് ടൈപ്ഡ് ആവും. അങ്ങനെ ടീച്ചേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. മെന്റിമീറ്റർ, പാർട്ട്ലെറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ അതർ പ്ലാറ്റ്ഫോംസ് ലൈക്ക് യൂട്യൂബ്, ക്ലബ്ബേഴ്സ്. സ്റ്റുഡൻസ് എവിടെയാണോ അവിടെയാണ് അങ്ങോട്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. BITയുടെ വൈസ് ചാൻസലർ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഒരു 4-5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഫേസ്ബുക്ക് ഒക്കെ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് സാറ് ക്ലാസ് എടുക്കുന്നത് പകല് സാറിന് ക്ലാസ് എടുക്കാൻ സാധിക്കത്തില്ല, തിരക്കാണ്. അതുകൊണ്ട് രാത്രി ആകുമ്പോഴത്തേക്കും ഫേസ്ബുക്ക് മെസ്സഞ്ചറും ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അങ്ങനെ ഇവരെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരും. അവിടെയാണ് സാറിന്റെ ഇന്ററാക്ഷൻ ഒക്കെ കൂടുതൽ നടത്തിക്കൊണ്ടിരുന്നു പറഞ്ഞു. സ്റ്റുഡൻസ് എല്ലാവരും അവിടെ വരും. അപ്പം ഇപ്പോഴും നമുക്ക് നമ്മളൊരു ജനറേഷൻ Z ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ അവരെവിടെയാണോ അവിടേക്ക് നമ്മൾ പോവുക. ഞാനിവിടെ ഈ ക്ലബ് ഹൗസ് ആക്ടിവിറ്റി കഴിഞ്ഞ FDPക്ക് നമ്മളൊരു ആക്ടിവിറ്റി തന്നെ നടത്തിയിരുന്നു. ഒരുപക്ഷെ ക്ലബ് ഹൗസിൽ എത്ര പേര് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ക്ലബ് ഡിസ്കഷൻ ഫോറംസ്, ഡൗട്ട് ക്ലിയറൻസ്, റിസർച്ച് ഫോറം, അത് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്യൂസസ്, വർക്ക്ഷോപ്പ്, ഇതൊക്കെ ലേണിംഗ് ആൻഡ് അസസ്മെന്റ് രണ്ടും നടക്കുന്ന കേസസ് ആണ്. വർക്ക്ഷോപ്പ് ആണെങ്കിലും ലെസൺ ആക്ടിവിറ്റി, ഡാറ്റാബേസ് ക്രിയേഷൻ നമ്മളത് കഴിഞ്ഞു. വിക്കി ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഇത് കുറച്ചൊരു ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെ നമുക്ക് കോളേജിൽ ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് എ ലേണിംഗ് മാനുവൽ സിസ്റ്റം, നമുക്ക് ഇൻട്രഡക്ടറി കോഴ്സ് ഒക്കെ വേണമെങ്കിൽ കംപ്ലീറ്റ് LMS വഴിയാക്കാം. നേരത്തെ നമുക്ക് കോളേജിന് ചിലപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ഡയറിയോ അല്ല ഒരു ഇൻഫോർമേഷൻ ബുക്ക് ആയിട്ടുള്ളൊരു ബുക്ക്ലെറ്റ് ഒക്കെ ഉണ്ടാകാം. ഇവിടെ നമുക്ക് ഹിസ്റ്ററി ഓഫ് കോളേജ്, കീ പേഴ്സൺസ്, അച്ചീവ്മെന്റ്സ്, പ്രോമിനന്റ് അലൂമിനി, ലൈബ്രറി, ഹൗ ടു യൂസ് ഇറ്റ്,
sports clubs, extensions, how to join, facilities and how to use them best, scholarships and freeships, how to avail. ഇതൊക്കെ ഒരു മാൻഡേറ്ററി കോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് LMS തന്നെ സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിനൊരു മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ അത് പാസ്സാണെന്നുള്ള കമ്പൽസറി ആയിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പം സ്റ്റുഡൻസ് സാധാരണഗതിയിൽ ഇതിലൂടെയൊക്കെ ഒന്ന് കയറി അവരൊന്ന് പഠിക്കും എന്താണെന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഈ ബുക്ക്ലെറ്റ് ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റുഡൻസ് ഒന്നും വായിക്കാറില്ല. Placement orientation programs, personality development programs, you can develop as courses in LMS, aptitude skill development, HR interviews, resume preparations. ഇതെല്ലാം നമുക്ക് വൺസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് അത് യൂസ് ചെയ്യാൻ പറ്റും. Developing the communication and interpersonal skills of an individual, അല്ലെങ്കിൽ essential life skill courses. You can have n number of courses like that. Especially aptitude skill development ഒക്കെ പോസിബിൾ ആണ്. Then pre-course assessments and bridge courses. പലപ്പോഴും ബ്രിഡ്ജ് കോഴ്സസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നടത്താൻ പറ്റും. റെമഡിയൽ കോഴ്സസ് ആണ്, സ്ലോ ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള റെമഡിയൽ കോഴ്സസ് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. അഡ്വാൻസ് കോഴ്സ് വേണമെങ്കിൽ ചെയ്യാം. സർട്ടിഫിക്കറ്റ് കോഴ്സസ്, ആഡ് ഓൺ കോഴ്സ് അല്ലെ വാല്യൂ ആഡ് കോഴ്സ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ഓൺലൈനായിട്ട് തന്നെ ഇപ്പം നടത്താൻ പറ്റും. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ MCAക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ഒരു 3 ദിവസം ഫുൾ ഡേ ആൻഡ് നൈറ്റ് നടത്തിയ ഒരു ക്രിയേറ്റിവിറ്റി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് ഒരു ആഡ് ഓൺ കോഴ്സ് ഉണ്ട്, അവരുടെ ക്രിയേറ്റീവ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ആഡ് ഓൺ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് സ്റ്റുഡൻസ് ഇരുന്നത് ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിപ്പോൾ കൺക്ലൂഡ് ചെയ്തു. ഇതുപോലെയുള്ള പല കോഴ്സസും നമുക്ക് ഓൺലൈനായിട്ട് കംപ്ലീറ്റ് വിർച്വലായിട്ട് ചെയ്യാൻ പറ്റും. ഈവൻ വി ക്യാൻ ഹാവ് സം കോഴ്സസ് ബൈ സ്റ്റുഡൻസ്. അത് ഫാക്കൽറ്റിയുടെ ഒരു ഗൈഡൻസോടുകൂടി വി ക്യാൻ റൺ സം ഷോർട്ട് ടൈം courses. Non-teaching departments വേണമെങ്കിൽ if somebody is interested they can also have some add-on courses. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യോഗ പോലെയൊക്കെയുള്ള കോഴ്സസ് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, യോഗ പ്രാക്ടീസ് ചെയ്തവർക്ക്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇത് പാക്കേജ് ചെയ്യണം. ഇതിന്റെ ടൂള് അല്ല ഇതിന്റെ സക്സസ് എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെ ഇതിനെ പാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്.